നിങ്ങളൊക്കെ ഇതിൻ്റെ ദുരന്തബാധിതരാണ്. നമ്മൾ അന്നാ രാത്രി എന്താണ് സംഭവിച്ചതെന്ന ദൃശ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇപ്പോൾ ഏറെക്കുറെ നമ്മളിപ്പോൾ പറയാതെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഏതായാലും CCTV പ്രശ്നങ്ങൾ കണ്ട സമയത്ത് നിങ്ങളിപ്പോൾ അത് കണ്ടല്ലോ. CCTV ഇപ്പോൾ നിങ്ങൾ ഈ ഏരിയയിൽ മാത്രമല്ല, ഇപ്പോൾ CCTV അതിൻ്റെ ഭീകരത നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയില്ലേ? അപ്പോൾ അതിൻ്റെ എത്ര ഇരട്ടിയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ളത് നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. നോർമൽ അതൊന്ന് ചിന്തിച്ചാൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. പിന്നിപ്പോൾ ഞങ്ങൾക്ക് ഇതിനെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ ഞങ്ങൾ ഇതിൽ തന്നെയാണ് ഉള്ളത്. ഞങ്ങളുടെ ജീവിതങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ പച്ചപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ജീവിതങ്ങളും പോകുന്നത് ഇപ്പോൾ ലോണും കാര്യങ്ങളും ഗോൾഡ് പണയം വെച്ചിട്ടും അത് പണയം വെച്ചിട്ടും ഇത് പണയം വെച്ചിട്ടുമാണ് ഇപ്പോൾ ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഒന്നിൽ നിന്ന് തുടങ്ങണം. ഞങ്ങൾക്ക് ഭീമമായ ഒരു സംഖ്യ നഷ്ടം വന്നിട്ടുണ്ട്. നഷ്ടം വന്നതിൻ്റെ പുറമേ അല്ല, ഞങ്ങളെ കുടുംബങ്ങളും ബന്ധങ്ങളും സ്നേഹിതന്മാരും കുടുംബങ്ങളും ഞങ്ങളുടെ നാട് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതാണിപ്പോൾ ഞങ്ങളെ അവസ്ഥകളില്ലത്. എന്താണെന്നുള്ളതിനെങ്കിൽ ഞങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തെന്ന് എല്ലാവരും പറഞ്ഞ് അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഇന്ന് ഈ നിമിഷം വരെ 10-20 ദിവസത്തിൻ്റെ അടുത്തായി ഞങ്ങൾ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇതിലങ്ങനെ പോകാമെന്നല്ലാതെ ഞങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതങ്ങൾ ഞങ്ങളത് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് യാതൊരു വിധ കൊടുത്തും കിട്ടുന്നില്ല. കാരണം ഇതിനിപ്പോൾ എല്ലാവരും ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് നിങ്ങൾ സമാധാനത്തോടു കൂടി ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് ജനങ്ങളെ ഞങ്ങൾ കണ്ട്, ഒരുപാട് സ്നേഹിതന്മാരും കുടുംബങ്ങളും കൂട്ടങ്ങളും പോയി. എന്നിട്ട് ഒരുപാട് ജനങ്ങളെ ഞങ്ങളിപ്പോൾ കണ്ട്. അതിപ്പോൾ ഇന്നോ നാളെ ഈ ആഴ്ചയിൽ തന്നെ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏകാന്തതയിൽ ഞങ്ങളിപ്പോൾ കഴിയുന്നത്. ഞങ്ങൾക്ക് നാടുമില്ല വീടുമില്ലാത്ത ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ടാണ് ഞങ്ങളുടെ ജീവിതം. ഇത്രത്തോളം സങ്കടത്തോടു കൂടിയാണ് ആ ചേട്ടൻ സംസാരിക്കുന്നത്. നാടുമില്ല വീടുമില്ല, ദുരിതമനുഭവിച്ച മനുഷ്യരാണ്, തകർന്നു പോയ ജീവിതങ്ങളാണ്.